വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. വെക്കേഷനായിട്ട് കുട്ടികളായിട്ട് ഞാൻ വീട്ടിലേക്ക് കുറച്ച് ദിവസം വേണ്ടി വന്നിരിക്കുകയാണ്. രാവിലത്തിന് എണീറ്റ് പിന്നെ രാവിലത്തെ കാപ്പിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചോറ് രാവിലെ തന്നെ വിറകടുപ്പിലേക്ക് ഇട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുട്ട് അവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോരൻ എല്ലാം വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ എല്ലാ പരിപാടിയും കഴിയാറായിട്ടുണ്ട്. പിന്നെ ഇത് മുട്ട തോരനാണ് വയ്ക്കുന്നത്. വളരെ ടേസ്റ്റാണിത്. ഇതിൻ്റെ റെസിപ്പിയും കൂടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സവോളയും മുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ല വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇടാം. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്ക് ചോറിന് പെട്ടെന്നൊരു കറി വേണമെങ്കിൽ ഇതുപോലെ 1-2 മുട്ടയൊക്കെ എടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് എടുക്കാം. ആ മസാലകളൊക്കെ നല്ല പച്ചമണം പോയ ശേഷം 2 മുട്ട എടുത്ത് ഇതിലേക്കൊന്ന് പൊട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. നല്ല ഡ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് ചിക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ കിഴങ്ങറി രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ രാവിലെ തന്നെ ബ്രദർ ജോലിക്ക് പോകുന്നതുകൊണ്ട് ലഞ്ച് കൊടുത്തു വിടണം. അതുകൊണ്ടാണ് രാവിലെ തന്നെ കറികളൊക്കെ ഉണ്ടാക്കുന്നത്. ചോറൊക്കെ പാത്രത്തിലേക്ക് കോരിച്ചു. ഇത് വീട്ടിലുണ്ടാക്കിയ അച്ചാറാണ്. നല്ല ടേസ്റ്റാണ്. മാങ്ങ അച്ചാറാണ്. പിന്നെ രാവിലെ ചീരത്തോരനാണ് വെച്ചത്. പിന്നെ നമ്മളിപ്പോൾ ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കിയില്ല, അത് വേറൊരു ചെറിയൊരു പാത്രത്തിൽ അടിച്ചു കൊടുത്തു വിടും. അങ്ങനെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.